ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2025 ജനുവരി 26 ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അതേ ദിവസം തന്നെയാണ് ഒരു ദുഃഖവാർത്ത കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. സംവിധായകൻ ഷാഫി അന്തരിച്ചു എന്ന വാർത്തയാണത്. എന്നാൽ ഷാഫി യാത്രയായത് ഒരു വലിയ സ്വപ്നം നടക്കാതെയാണ്. നിങ്ങൾക്ക് ഷാഫിയുടെ സിനിമകൾ എടുത്തു നോക്കുവാണെങ്കിൽ അറിയാം, ചട്ടമ്പിനാടായാലും മായാവി ആയാലും കല്യാണരാമനായാലും ലോലിപോപ്പ് ആയാലും ചോക്ലേറ്റ് ആയാലും എല്ലാം തന്നെ മമ്മൂട്ടി, ദിലീപ്, പൃഥ്വിരാജ്, ജയസൂര്യ, ജയറാം ഇവരെല്ലാമായിട്ട് അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും വർഷം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും മോളിവുഡിൽ നിന്നിട്ടും ഷാഹി മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇന്നേ വരെ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. അതിൽ അദ്ദേഹത്തിന് നല്ല വിഷമവുമുണ്ടായിരുന്നു. മോഹൻലാലുമായി ഒരു സിനിമ ഷാഫിയുടെ സ്വപ്നമാണ്. പല പ്രാവശ്യം കഥ പറയാൻ ശ്രമിച്ചെങ്കിലും അത് കഥയൊന്നും വർക്കൗട്ട് ആവാതെ പോവുകയായിരുന്നു. കഥ ഒത്തുവരികയാണെങ്കിൽ ഉറപ്പായും ഷാഫിയും മോഹൻലാലും കോംബോയിൽ, അതായത് ഷാഫി മോഹൻലാൽ കോംബോയിൽ ഒരു കോമഡി സൂപ്പർ ഹിറ്റ് പിറക്കാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നം കൂടിയായിരുന്നു. മോഹൻലാലുമായി ഒരു ചിത്രം ചെയ്യാതെയാണ് 56-ാം വയസ്സിൽ അദ്ദേഹം യാത്രയായത്. അതുപോലെ മറ്റൊരു കഥാപാത്രമുണ്ട്, ദശമൂലം ദാമു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ദശമൂലം ദാമുവിനെ. കാരണം ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് മുതൽ വയസ്സായവർക്ക് വരെ ദശമൂലം ദാമുവിനെ അറിയാം. ആ സമയത്ത് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് പോലും അറിയാം. കാരണം ട്രോളുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദശമൂലം ദാമു. ഈ ദശമൂലം ദാമുവിനെ വെച്ച് ഒരു നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ സിനിമയുടെ പണിപ്പുരയിലായിരുന്നെന്നും ഒരു കഥ വർക്കൗട്ട് ചെയ്യുകയായിരുന്നെന്നുമൊക്കെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഷാഫി തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട്. പല ഇൻ്റർവ്യൂകളിലും ഷാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ചട്ടമ്പിനാടിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് ദശമൂലം ദാമുവിൻ്റെ കഥാപാത്രത്തെ ഒരു നായകനാക്കി ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. ദശമൂലം ദാമുവിനെ നമ്മൾക്ക് സമ്മാനിച്ചത് ഷാഫിയാണ്. ചട്ടമ്പിനാട് എന്ന സിനിമ അത്രയ്ക്ക് ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റോ ബ്ലോക്ക് ബസ്റ്ററോ ആയിട്ടില്ലെങ്കിൽ പോലും ദശമൂലം ദാമു എന്ന കഥാപാത്രം എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞ ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ സ്പിൻ ഓഫ് പോലെ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ആ സിനിമ കാണണമെന്ന് നമ്മളും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് ഹിറ്റ് മേക്കറായ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾ നമുക്ക് സമ്മാനിച്ച ഷാഫി തന്നെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു പോകുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചിരുന്നത്. ജനുവരി 16 കടുത്ത തലവേദനയെ തുടർന്നാണ് അദ്ദേഹം ചികിത്സ തേടിയത്. എന്നാൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. അർബുദ ചികിത്സയിലുമായിരുന്നു അദ്ദേഹം. മമ്മൂട്ടി, എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി ഷാഫിയെ കണ്ട് മടങ്ങിയിരുന്നു. ജയറാമിൻ്റെ വൺമാൻ ഷോയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ഒരു സംവിധായകൻ എന്ന നിലയിൽ ആദ്യമായിട്ട് ഷാഫി കാൽവെക്കുന്നത്. പിന്നീട് കല്യാണരാമൻ, കല്യാണരാമനൊക്കെ നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകളാണല്ലോ. അതുപോലെ തന്നെ പുലിവാൽ കല്യാണം, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ചട്ടമ്പിനാട്, മായാവി, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആനന്ദം പരമാനന്ദം, ചിൽഡ്രൻസ് പാർക്ക് എന്നിവ ഷാഫി മലയാളികൾക്ക് സമ്മാനിച്ച സിനിമകളാണ്. ദുഃഖത്തോടെയാണെങ്കിലും നമുക്ക് ഷാഫിയോട് വിട പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.